സ്കൂളിലെ ശുചിമുറി പൂട്ടിയിട്ടതിൽ പരാതിയുമായ രക്ഷിതാക്കൾ. ആൺകുട്ടികളുടെ ശുചിമുറിയിലാണ് നിയന്ത്രണം. ഇന്റർവെൽ സമയത്ത് മാത്രം തുറന്നു നൽകും. മറ്റു സമയങ്ങളിൽ ശുചിമുറി ഉപയോഗിക്കാൻ പ്രിൻസിപ്പലിന്റെ അനുമതി വേണം. നവീകരിച്ച ശുചിമുറി വൃത്തിഹീനമാക്കാതിരിക്കാനാണ് പൂട്ടിയിടുന്നത് എന്നതാണ് വിശദീകരണം. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടപടി. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. VS രഞ്ജിത്ത്, കുട്ടികൾക്ക് ഉപയോഗിക്കാനല്ല എങ്കിൽ എന്തിനാണ് ഈ പറയുന്നത് പോലെ നവീകരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ ആളുകളുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ടുന്ന നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണോ? മധു, തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സ്കൂളിന്റെ ശുചിമുറി വലിയ തോതിൽ വൃത്തിഹീനമായിരുന്നു, പൊട്ടിത്തകർന്ന അവസ്ഥയിലായിരുന്നു. PT ഇടപെട്ടാണ് ആ ശുചിമുറി നവീകരിച്ചത്. അതുകൊണ്ട് ആ നവീകരിച്ച ശുചിമുറി അത് പൂർണ്ണമായും നവീകരിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ, കുട്ടികൾ അത് വൃത്തിഹീനമാക്കാതിരിക്കാനും അത് പൊട്ടിക്കാതിരിക്കാനും ഒക്കെയായി അധ്യാപകർ വരുത്തിയ നിയന്ത്രണം എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഏതായാലും കുട്ടികൾക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പൂട്ടിയിട്ടത് ആൺകുട്ടികളുടെ ബാത്റൂം മാത്രമാണ്, ആൺകുട്ടികളുടെ ശുചിമുറി മാത്രമാണ് പൂട്ടിയിട്ടത്. നവീകരിച്ചതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു പക്ഷേ ആ കുട്ടികൾ അതിനകത്ത് റാഗിംഗ് പോലുള്ള കാര്യങ്ങൾ നടത്താതിരിക്കാൻ എന്നുള്ളൊരു വിശദീകരണം കൂടി വരുന്നുണ്ട്. ഏതായാലും ഈ വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ സ്കൂളിന്റെ പേര് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിരുന്നു. കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളല്ല, ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ രീതിയിൽ ശുചിമുറി പൂട്ടിയിട്ട് അവിടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുള്ളത്. രക്ഷിതാക്കൾ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഈ രീതിയിൽ വൃത്തിഹീനമാക്കാതിരിക്കാൻ എന്നുള്ളതാണ്. ഇന്റർവെൽ സമയത്ത് അവിടെ ഒരു അധ്യാപകൻ ബാത്റൂമിനോട് ചേർന്ന് ശുചിമുറിയോട് ചേർന്നുണ്ടാവും. ആ അധ്യാപകൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിയന്ത്രണം ഉണ്ടാവും. ഇന്റർവെൽ അല്ലാത്ത സമയത്ത് അധ്യാപകരുടെ നിയന്ത്രണം ആ ഭാഗത്ത് ഉണ്ടാവാത്തതുകൊണ്ടാണ് അത് തുറന്നു കൊടുക്കാത്തതെന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ വാർത്ത നൽകിയപ്പോൾ സ്കൂളിന്റെ പേര് തെറ്റായി നൽകിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. നേരത്തെ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് തെറ്റായി നൽകിയിരുന്നു. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വിചിത്രമായ നടപടി ഉണ്ടായിരിക്കുന്നത്.